ഫുട്ബോൾ കളിക്കാൻ പോവാലോ. എനിക്ക് വീഡിയോ ഗെയിം കളിക്കാനും പോകാം. എനിക്കിനി കുറച്ച് ലഡു കഴിക്കണം. നിനക്ക് ഏതു നേരവും ഈ ഭക്ഷണത്തെ കുറിച്ച് മാത്രമേ സംസാരിക്കാനുള്ളൂ. ഫുട്ബോൾ ഭക്ഷണം കഴിക്കുന്നത് എന്താ ഇത്ര മോശം പരിപാടിയാണോ? ഹേയ്, അങ്ങനെയല്ല, ഞാനൊരു തമാശ പറഞ്ഞതല്ലേ, നീ സീരിയസ് ആവാതെ. അതെ, ടോമി പറഞ്ഞതിലും കാര്യമുണ്ട്. അതത്ര മോശം പരിപാടിയൊന്നുമല്ല. ഭക്ഷണം കഴിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് വളരെ പ്രധാനമാണ്. ശരി ശരി, നമുക്ക് വേഗം പോയിട്ട് ലഡു കഴിക്കാനുള്ളതാ. ഞാനൊരു തമാശ പറഞ്ഞതാടോ. അവനത് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു. നിനക്ക് അവനെ അറിയുന്നതല്ലേ? അവൻ പണ്ടേ ഒരു 100 രൂപ നിലത്ത് വീണ് കിടക്കുന്നു. എവിടെ നോക്കട്ടെ. ശരിക്കും നോക്കിയോ? ചിലപ്പോൾ അത് കള്ളനോട്ട് വല്ലതുമായിരിക്കും. ഇത് കള്ളനോട്ടൊന്നുമല്ല. ഇത് ഞാൻ ആർക്കും തരില്ല. ഇത് എനിക്ക് വേണം. ഞാനാണ് ഇത് ആദ്യം കണ്ടത്. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? ഞങ്ങളുടെ കൂടെ വന്നപ്പോഴല്ലേ നിനക്കിത് കിട്ടിയത്. അപ്പോ അതിന്റെ പങ്ക് ഞങ്ങൾക്കും കൂടെ വേണം. നമുക്കിത് എല്ലാവർക്കും കൂടെ വീതിച്ചെടുക്കാം. ഇല്ല, പറ്റില്ല. എനിക്ക് തന്നെ വേണം. അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാ മതി. പങ്കിട്ടെടുക്കണം. ഇല്ല, ഞാൻ തരില്ല. ഞാനാണ് ആദ്യം കണ്ടത്. അത് നീ മുന്നിൽ നടന്നത് കൊണ്ടല്ലേ. ഞാനായിരുന്നു മുന്നിൽ നടക്കുന്നതെങ്കിൽ ഞാൻ കാണുമായിരുന്നു. ഓ, മതി മതി. രണ്ടാളും ഇനി അതിന്റെ പേരിൽ വഴക്കിടല്ലേ. എന്തായാലും നമ്മൾ മറ്റൊരാളുടെ പൈസ എടുക്കുന്നത് ശരിയല്ല. അതെ അതെ, ഞാൻ അതങ്ങോട്ട് പറയാൻ വരികയായിരുന്നു. അലക്സ് പറഞ്ഞതാണ് ശരി. ഈ പണം നഷ്ടപ്പെട്ട ആൾ എത്ര വിഷമിക്കുന്നുണ്ടാകും. പാവം. അലക്സ് പറഞ്ഞതാണ് ശരി. നമുക്ക് ഈ പണം ആവശ്യമില്ല. അതെ, നമ്മൾ ഇതെടുക്കില്ല. ഈ പണത്തിന്റെ യഥാർത്ഥ ഉടമയ്ക്ക് അത് തിരികെ നൽകണം. പക്ഷേ എങ്ങനെ? യഥാർത്ഥ ഉടമയെ കണ്ടെത്താൻ ഒരു വഴിയുണ്ട്. അവർ തങ്ങളുടെ പണം തേടി ഈ വഴിയിൽ അവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. അതും ശരിയാണ്. അവരെ കണ്ടെത്തിയാൽ പിന്നെ ഈ പണം അവർക്ക് നേരിട്ട് നൽകാം. എന്നാൽ സമയം കളയണ്ട. നമുക്ക് ഇപ്പോൾ തന്നെ പോയി നോക്കാം. വേഗം വാ. അങ്ങോട്ട് നോക്ക്. അവിടെ ഒരാൾ എന്തോ തിരയുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് പോയി ചോദിച്ചു നോക്കാം. ചേട്ടാ, എന്ത് പറ്റി? ചേട്ടൻ എന്താ തിരയുന്നത്? എന്റെ പണം കാണുന്നില്ല. എന്റെ കുട്ടിക്ക് മരുന്ന് വാങ്ങാനുള്ളതായിരുന്നു. ഇവിടെ എവിടെയോ വീണു പോയി. ചേട്ടൻ വിഷമിക്കണ്ട. ആ പണം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇതാ. ഓ, എന്റെ ദൈവമേ, ഞാൻ എങ്ങനെയാ നിങ്ങളോട് നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഒരുപാട് നന്ദിയുണ്ട് കുട്ടികളെ. ഇനി എന്റെ കുട്ടിക്ക് മരുന്ന് വാങ്ങാലോ. സന്തോഷമായി. ഈ പണത്തിന്റെ യഥാർത്ഥ ഉടമയെ ഞങ്ങൾ അന്വേഷിക്കുകയായിരുന്നു. കണ്ടെത്താനായതിൽ ഞങ്ങൾക്കും സന്തോഷമുണ്ട്. നന്ദിയുണ്ട് കുട്ടികളെ. നിങ്ങൾ ഒരു നല്ല കാര്യമാണ് ചെയ്തത്. നിങ്ങളെ 3 പേരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. അത് പിന്നെ ഞങ്ങൾ ഫോട്ടോപ്പയിലെ പിള്ളേരുടെ കടമയല്ലേ. അതെ, ഫോട്ടോപ്പയിലെ പിള്ളേര് പൊളിയല്ലേ. ടോമി, നീ എന്താ ഫുഡ് മുഴുവനും കഴിക്കാത്തത്? എനിക്ക് വേണ്ടാത്തത് കൊണ്ട്. ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല. നീ വാ. ടോമി, നീ എന്താ എപ്പോഴും വെള്ളം വേസ്റ്റ് ആക്കുന്നത്? അതത്ര നല്ലതല്ല കേട്ടോ. അങ്ങനെ ചെയ്യരുത്. ജലം അമൂല്യമാണ്. അത് പാഴാക്കരുത്. ദാഹിച്ചിട്ട് വയ്യ. ഇനി ഇത്തിരി
കഴിഞ്ഞല്ലോ. ഇനിയിപ്പോൾ എന്താ ചെയ്യാ? അയ്യോ, ഒരു തുള്ളി പോലും കിട്ടാനില്ലല്ലോ. ഉണ്ടായിരുന്ന വെള്ളം മുഴുവനും ഞാൻ വെറുതെ കളഞ്ഞു. ഇനി എന്ത് ചെയ്യും? ദാഹിച്ചിട്ട് വയ്യ. ജലം അമൂല്യമാണ്, അത് പാഴാക്കരുതെന്ന് അലക്സ് പറഞ്ഞപ്പോൾ നീ കേട്ടില്ല. ഭൂമിയിലെ ഏറ്റവും അമൂല്യമായ വസ്തു എന്താണെന്ന് അറിയുമോ ടോമിക്ക്? ഇല്ല. അത് ജലമാണ്. ജീവന്റെ കണികകളെ ഭൂമിയിൽ അത്രത്തോളം നിലനിർത്തുന്ന മറ്റൊന്നുമില്ല. ടോമിക്ക് അറിയുമോ, അടുത്ത ഒരു ലോക മഹായുദ്ധം നടക്കുന്നുണ്ടെങ്കിൽ അത് ജലത്തിന്റെ പേരിലായിരിക്കാം. കാരണം ഭൂമിയിലെ ജലത്തിന്റെ അളവ് അത്രയ്ക്ക് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ടാപ്പുകൾ പൂട്ടാതെയും വാട്ടർ ബോട്ടിലെ വെള്ളം ഒഴുക്കിക്കളഞ്ഞും എന്തോരം വെള്ളമാണ് ടോമി പാഴാക്കുന്നതെന്ന് അറിയുമോ? അത് പിന്നെ ടോമിക്ക് എപ്പോഴെങ്കിലും ഒരു തുള്ളി ജലം നാളേക്ക് വേണ്ടി സൂക്ഷിക്കണമെന്ന് തോന്നിയിട്ടുണ്ടോ? ഇപ്പോഴും കുടങ്ങളും പാട്ടകളും ഒക്കെയായി മണിക്കൂറോളം പഴുപ്പിന്റെ ചോട്ടിലും വെയിലത്തും വരി നിൽക്കുന്ന ഒരു ജനതയുണ്ട് നമ്മുടെ നാട്ടിൽ. അവർക്ക് വേണ്ടിയെങ്കിലും എനിക്ക് നിന്നെ ശിക്ഷിച്ചേ പറ്റൂ ടോമി. അയ്യോ, എന്നെ ഒന്നും ചെയ്യല്ലേ വാട്ടർ ടാപ്പ് ഭൂതമേ. ഞാനിനി ജലം പാഴാക്കില്ല. നിങ്ങളോ? നിങ്ങളെപ്പോ വന്നു? വാട്ടർ ടാപ്പ് ഭൂതം എവിടെ പോയി? വാട്ടർ ടാപ്പ് ഭൂതമോ? എന്നെ ഒരു വാട്ടർ ടാപ്പ് ഭൂതം പിടിക്കാൻ വന്നു. പാമ്പ് പോലെ വരിഞ്ഞു മുറുക്കി. ഇനി ആരും വെള്ളം പാഴാക്കരുത് കേട്ടോ. ആരെങ്കിലും വെള്ളം പാഴാക്കുന്നത് കണ്ടാൽ ഇനിയും വരും. നമ്മൾ എന്തിനാ വെറുതെ ഭൂതത്തിനെ ബുദ്ധിമുട്ടിക്കുന്നത്? അതുകൊണ്ടാണ് നിന്നോട് ഞങ്ങൾ എപ്പോഴും വെള്ളം പാഴാക്കരുതെന്ന് പറയുന്നത്. ദാഹിക്കുമ്പോൾ കുടിക്കാനുള്ളതാണ്. അതുപോലെ തന്നെ വളരുന്ന ചെടികൾക്ക് ഭക്ഷണം ഉണ്ടാക്കാനും എല്ലാത്തിനും വെള്ളം വേണം. വെള്ളമില്ലാതെ നമുക്ക് കുളിക്കാൻ പറ്റുമോ? വരൾച്ചയാണ് ലോക ജനത നേരിടാൻ പോകുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളി. നാടിന്റെ പലയിടങ്ങളിലും അത് കൃത്യമായി പ്രതിഫലിക്കുന്നുമുണ്ട്. ഒരിക്കലും പുനർസൃഷ്ടിക്കാൻ കഴിയാത്ത ഒന്നാണ് ജലം. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും അതിനെ കണ്ടറിഞ്ഞ് ഉപയോഗിക്കേണ്ടിയിരിക്കുന്നു. നന്ദിയുണ്ട് അലക്സ്. എനിക്ക് വെള്ളത്തിന്റെ വില മനസ്സിലായി. ഞാൻ ഇന്നു മുതൽ വെള്ളം പാഴാക്കില്ല. ഗുഡ് ബോയ്. ഇതെന്താണ് ടോമി, നിന്നോട് എത്ര പറഞ്ഞാലും കേൾക്കില്ല. ഫ്രിഡ്ജിലുള്ള എല്ലാ മിഠായികളും ഇങ്ങനെ എടുത്തു കഴിച്ചാൽ നിനക്ക് വല്ല അസുഖവും വരും കേട്ടോ. കുറെ കാലമായി കുട്ടികൾക്ക് എല്ലാവർക്കും കൂടി എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണമെന്ന് വിചാരിക്കുന്നു. ഇന്ന് എല്ലാവരും ഉണ്ടല്ലോ, ഇന്ന് തന്നെ ആയിക്കോട്ടെ. അതിന്റെ ഒന്നും ആവശ്യമില്ല. ടോമി വീട്ടിലെത്തിയാൽ ഏത് നേരം തീറ്റയാണ്. ഞാൻ ഇന്നും കൂടി അവനെ വഴക്ക് പറഞ്ഞിട്ടേ ഉള്ളൂ. പിള്ളേരല്ലേ, എന്റെ ഒരു സന്തോഷത്തിന് ഞാൻ എല്ലാവരെയും വിളിക്കാം. നിന്റെ ഇഷ്ടം. മക്കളെ, എല്ലാവരും ഇങ്ങ് വന്നേ. ഇന്ന് ആന്റിയുടെ വക എല്ലാവർക്കും ഐസ്ക്രീം. ടോമി, പോകുന്നതൊക്കെ കൊള്ളാം. പോയിട്ട് ആന്റിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത്. അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞ് ശല്യം ചെയ്യരുത്. വാശി പിടിക്കരുത്. നല്ല കുട്ടിയായിരിക്കണം. നീ അവനെ അങ്ങനെ കൊച്ചാക്കൊന്നും വേണ്ട. അവൻ നല്ല കുട്ടിയാണല്ലോ, അല്ലേ മോനെ? ഓ, നിനക്ക് തികച്ചറിയാഞ്ഞിട്ടാ അവനെ. നീ വരുന്നില്ലേ? ഇല്ല, നിങ്ങൾ പോയിട്ട് വാ. ടോമിയുടെ അച്ഛൻ വരാൻ സമയമായി. ഞാൻ ഇവിടെ ഇല്ലേ, ഇപ്പൊ വിളി തുടങ്ങും. സൂക്ഷിച്ചു പോണേ. ഇവിടെ അടുത്തേക്കല്ലേ, കാറുണ്ടല്ലോ. ഞാൻ വേഗം വീട്ടിൽ കൊണ്ടാക്കാം. കുട്ടികളെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഐസ്ക്രീം വാങ്ങി കഴിച്ചോ? ഏതാണെന്ന് പറഞ്ഞാൽ മതി, ആ ചേട്ടൻ എടുത്തു തരും. എനിക്കൊരു വലിയ വാനില ഐസ്ക്രീം. എന്നാൽ എനിക്കൊരു ചോക്ലേറ്റ്. എനിക്കൊരു സ്ട്രോബെറി. ഓ, എന്നാൽ എനിക്കെല്ലാം വേണം.
എല്ലാം ഓരോ സ്ക്യൂബ് വീതം പോന്നോട്ടെ. അയ്യോ, എന്റെ ഐസ്ക്രീം താഴെ പോയല്ലോ. നീ എന്തിനാ എല്ലാം കൂടി ഒരുമിച്ച് പറഞ്ഞത്? അതുകൊണ്ടല്ലേ അത് മുഴുവൻ നിലത്ത് പോയത്. കഴിക്കാൻ ഒരു സ്ക്യൂബ് തന്നെ ധാരാളമാണ്, അത് ഏത് ഫ്ലേവർ ആയാലും. സാരമില്ല, പോട്ടെ, നമുക്ക് വേറെ വാങ്ങാം. എന്നാൽ എനിക്ക് ഏതെങ്കിലും ഒരു